തേഞ്ഞു മാഞ്ഞു പോയി, ഇനി ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പലപ്പോഴും 30 വർഷവും 40 വർഷത്തിനൊക്കെ ശേഷം ചില കേസുകൾ തെളിയിക്കപ്പെടുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. സമർത്ഥരായ ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതുവരെ തെളിയിക്കപ്പെടാക്കുന്ന കേസുകൾ, മാൻ മിസ്സിങ് കേസുകൾ, ഇതൊക്കെ ചിലപ്പം അന്വേഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടാറുണ്ട്. അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കേസിനെ കുറിച്ച് അത് തെളിയിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്താണ് സത്യമെന്നൊക്കെ അറിയണമെങ്കിൽ ഒരു മെയിൽ അയച്ചാൽ തന്നെ മതി. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ സംശയം വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസുകാർക്ക് അയക്കുന്ന പരാതികളൊക്കെ വെച്ചിട്ട് ഒരുപാട് കേസുകൾ തെളിയിക്കപ്പെട്ടുള്ള ചരിത്രവും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത് ഏകദേശം 10, 25, 30 വർഷത്തോളമായി എന്നാണ് എൻ്റെ ഒരു അറിവ്. നാട്ടിൽ നിന്ന് കാണാതായ ഒരു ചെറുപ്പക്കാരൻ്റെ മാൻ മിസ്സിങ് കേസിനെ കുറിച്ചാണ്. അവൻ്റെ സഹപാഠിയായ ബാങ്കിൽ ജോലിയുള്ള ഒരാളുടെ മകളുടെ ഒപ്പം നട്ടപ്പാതിരിക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പേരൻസ് കൈയോടെ പിടിക്കുകയാണ് ഉണ്ടായത്. ഇതിലെ ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെൺകുട്ടിക്ക് നാട്ടിലെ നല്ല പേരാണ്, വളരെ സുന്ദരിയും സുശീലയുമായ യുവതിയാണ്. അവർ കുടുംബക്കാരൊക്കെ പൊതുവെ സാധുക്കളാണ് എന്ന ആളുകൾ വിലയിരുത്തുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മൾ ഈ ദൃശ്യ മോഡൽ കൊലപാതകമൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, പല സിനിമയ്ക്കും പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം വളരെ സാധുക്കളാണ്, നിഷ്കളങ്കരാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ചില ആളുകൾ വലിയ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യാറുണ്ട്, പലതും പിടിക്കപ്പെടാറില്ല. ഈവൻ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പോലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കേസ് തെളിഞ്ഞപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പൊക്കെ നാട്ടിൽ ഏറ്റവും മാന്യനും നല്ലനുമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ബാങ്ക് ജോലിക്കാരനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ മകൾക്ക് ഏകദേശം 16, 17 ഒക്കെ വയസ്സുള്ള മകളുടെ അടുത്തേക്ക് സഹപാഠിയായ അയൽവാസിയായ ഒരു യുവാവ് കടന്നു ചെല്ലുന്നു. അവിചാരിതമായിട്ട് ഈ പിതാവ് സഹോദരനും പെൺകുട്ടിയുടെ റൂമിൽ വെച്ച് ഈ അപരിചിതനെ കണ്ടുമുട്ടുന്നു. അവർ ഇയാളെ കണ്ടമാനം അടിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ആ സമയത്ത് അന്യനായ ഒരു വ്യക്തി നിങ്ങളുടെ മകളുടെ റൂമിലുണ്ട് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് അന്യനായ ഒരു പുരുഷനെ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പൊട്ടിത്തെറിയും വഴക്കും അടിയൊക്കെ നടക്കും. ഇതേപോലെ ഇവനെ പിടിച്ച് കണ്ടവനം ഊടുപാട് ചതച്ചു. അതിനുശേഷം ഇവനെ വിട്ടയച്ചെന്നോ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഈ ഒരു കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവനവൻ്റെ കൂടപ്പറപ്പിനെ മറ്റൊരാൾ തല്ലിച്ചതച്ചാൽ വീട്ടുകാർ അല്ലെങ്കിൽ സഹോദരങ്ങളോ അപ്പനോ അമ്മയ്ക്കോ ഒരു പരാതി കൊടുക്കുകയോ അതിലൊരു പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവരുടെ കേസിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല. അതായത് ഈ ചക്കനെ ഇങ്ങനെ ഒരു കേസിൽ പിടിച്ചു, കുറേ തല്ലും കൊടുത്തിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചു. ഇത് കണ്ട ചേട്ടന് ഒരുപക്ഷെ നാണക്കേട് മൂത്തിട്ട് അവൻ്റെ അപ്പനോ അമ്മയോ ചേട്ടനോ ആരാണ്ട് കൂടെ അവനെ വീണ്ടും കൈവച്ചെന്നും അവൻ ചത്തുപോയെന്നൊക്കെ ആണ് രഹസ്യമായിട്ട് ആളുകൾ പറയുന്നത്. എന്തു തന്നെയായാലും പുറത്തു വന്നിരിക്കുന്ന വാർത്ത, ഈ തല്ലെല്ലാം കിട്ടി നാണക്കേട് കാരണം അവൻ നാട് വിട്ടുപോയി, ബോംബെക്ക് പോയി. 15 വയസ്സുള്ള ഒരു ചെക്കൻ, അല്ലെങ്കിൽ 15, 16 വയസ്സുള്ള ഒരു കൊച്ച്, അത് 10, 30 വർഷം മുന്നേ ബോംബെക്ക് ചാടി പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇനി അഥവാ പോയെന്ന് തന്നെ ഇരിക്കട്ടെ, ഇത്രയും വർഷമായിട്ടും അവൻ ഒരിക്കൽ പോലും നാട്ടിലേക്ക് തിരിച്ചു വരികയോ പേരൻസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. വീട്ടുകാർക്ക് ഈ ഒരു കേസിൽ പ്രത്യേകിച്ച് യാതൊരു താല്പര്യമോ അന്വേഷണമോ ഒന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സംശയിക്കേണ്ട കാര്യം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം അവിടെയുടെയും ആരംഭിച്ചിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷന് എൻ്റെ കയ്യിൽ മൂന്നാമതൊരാൾ മുഖേന കിട്ടിയിട്ടുണ്ട്. ഇതിൽ സത്യമൊന്നും നമുക്കറിയില്ല, പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ രാഹുലിൻ്റെ കൊലപാതകം നമുക്കറിയാം, ആലപ്പുഴയിലെ. അതുപോലെ ഒരു ചെറിയ പെൺകുട്ടി, അതിനൊന്നും തെളിവില്ല. ചില കേസിനൊന്നും ഒരിക്കലും തെളിവ് ഉണ്ടാകുകയുമില്ല. പക്ഷേ എപ്പോഴും ദുരൂഹമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാരുടെ തന്നെ ഉള്ള അനാസ്ഥ, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു നിസ്സഹകരണം, ഇല്ലെങ്കിൽ ഒരാളെ കാണാതായെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പതിവില്ലാത്ത മൗനം,
അതാണ് ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ അനിയൻ്റെ എന്നുള്ള വ്യക്തിയുടെ ശല്യം ഒഴിവാകട്ടെ, ചിലപ്പം തട്ട് കൊടുത്തു കഴിയുമ്പം ചത്തുപോയിട്ടുണ്ടാവാം, എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാലം അങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, പാലാ സൈഡിൽ ഒരു വീട്ടിൽ, നല്ല സമ്പത്തുള്ള ഒരു വീട്ടിലാണ്. അപ്പം ഭർത്താവ് മറയൂർ സ്ഥലത്ത് വലിയ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നു. വല്ല കാലത്തേക്ക് അയാൾ വീട്ടിൽ വരാറുള്ളൂ. എന്തായാലും ഇയാൾ ഭയങ്കര റഫ് ആൻഡ് ടഫാണ്. അപ്പോൾ ഇയാൾ ഏതോ ഒരു സമയത്ത് വീട്ടിൽ വരുമ്പോൾ സ്വന്തം അനിയനും ഭാര്യയും തമ്മിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടുമുട്ടിനി. ഇവരെന്തോ വല്ല വർത്തമാനം പറയുമോ, ഇയാൾ വല്ല കാലത്ത് വരാറുള്ള റൗഡിയാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ അല്പം മര്യാദയുള്ളൊരു വ്യക്തി. അപ്പം മനുഷ്യപ്പറ്റയ്ക്കുള്ള ഒരു വ്യക്തിയോട് സ്വാഭാവികമായിട്ടും ചേട്ടത്തി അമ്മയ്ക്ക് തോന്നുന്ന ഒരു സ്നേഹമോ അല്ലെങ്കിൽ ചേട്ടത്തി എന്നൊരു വ്യക്തിയോട് ഈ അനിയന് തോന്നുന്ന ആ ബഹുമാനമായിരിക്കാം. ഇയാൾ ആ ക്ഷിപ്രകോപിയാണോ സംശയിച്ചു, തോക്കെടുത്തു, വെടിവെച്ചു, ആള് ചത്തുപോയി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പനോട് എന്ന് പറഞ്ഞു, ആണ്ടേ നിങ്ങളുടെ ആ മകനെ ഞാൻ കൊന്നു, ഇന്ന കാര്യത്തിന് കൊന്നുവന്ന് അതിലും പരാക്രമശാലിയായ അപ്പനോട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം നോക്കിയപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം മരിച്ചയാൾ മരിച്ചു, അടുത്തയാളുടെ പേരിൽ പോയി കഴിഞ്ഞാൽ അവനും ജയിലിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആ പിതാവ് വല്യപ്പനെ അവരുടെ തന്നെ വീട്ടിൽ കുഴി കുത്തി ഈ വ്യക്തിയെ അടക്കിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ കാണും, കുറേ ഭാവന കാണും, കുറേ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള പല കൊലപാതകങ്ങളും മാൻ മിസ്സിങ് കേസുകളൊക്കെ നമ്മുടെ ഇടയിൽ സാധാരണമാണ്. ചില കേസുകളൊക്കെ കുറേ കാലത്തിന് ശേഷമെങ്കിലും തെളിയിക്കപ്പെടാറുമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ശരിയായ വസ്തുത. കാരണം നമുക്കാരുടെയും ജീവൻ എടുക്കാനുള്ള അവകാശമൊന്നും ആരും തന്നിട്ടില്ല. ശിക്ഷിക്കാം, അതായത് ചെറിയ കുട്ടികൾ തെറ്റ് ചെയ്താൽ അവനവൻ്റെ മക്കളുടെയൊക്കെ പ്രായമല്ലേ ഉള്ളൂ, ഉപദേശിക്കാൻ, നേരെയാക്കാം, പിടിച്ച പിടിയാൽ കലിപ്പിന് രണ്ടെണ്ണമൊക്കെ കൊടുക്കാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ അത് ആരുടെ ജീവിതത്തിലാണെങ്കിലും അത്ര നല്ല കാര്യമൊന്നുമല്ല. എന്തായാലും കഥാനായികയെ വിവാഹം കഴിച്ചയച്ച് ഒരു 3-4 കുട്ടികളുടെയൊക്കെ ഒപ്പം അവൾ ശാന്തസുന്ദരമായ ജീവിതം ഇപ്പോഴും നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇനി അവൾ തന്നെയാണോ ഇവൻ എന്ത് സംഭവിച്ചു എന്നറിയുവാനായിട്ട് ഈ പരാതി കൊടുത്തത് എന്നും അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, ആ കേസ് തെളിയട്ടെ എന്നൊക്കെ ഞാനും ആശംസിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. കാരണം അത് അങ്ങനെ വേണം. കാരണം പല കൊലപാതകങ്ങൾക്കും അർഹതയുള്ള ശിക്ഷ ലഭിക്കാത്തതുകൊണ്ടാണ്, തെളിവുകളില്ലാതെ രക്ഷപ്പെടാൻ കഴിയുന്നതുകൊണ്ടാണ് കൂടുതൽ കൊലപാതകങ്ങളും തെറ്റുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ അനാവശ്യത്തിന് അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന് മറ്റുള്ളവരുടെ വീട് വേദിയാക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് പലപ്പോഴും പല യുവാക്കന്മാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. DYSP ഷാജിയുടെ കൊലപാതകം, പ്രവീൺ കേസ് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ കാരണവും അയാളുടെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ തെറ്റ് പലതവണയും അവർ തമ്മിൽ മോശമായ ഇല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അതായത് നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ വീടിനെ നിങ്ങളുടെ സുഖത്തിനും അവിഹിത ബന്ധത്തിനുള്ള വേദിയായിട്ട് തിരഞ്ഞെടുക്കരുത്. കാരണം ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള കുരുത്തക്കേടിന് പോകുന്ന പല ആളുകളുടെ അവസാനം മരണം ഇറന്നു വാങ്ങുക എന്നുള്ളത് തന്നെ ആയിരിക്കും.